Does the college refectory offer vegetarian dishes on a daily basis? കഴിഞ്ഞ ദിവസം റിപ്പീറ്റ് സെൻറ്റൻസിൽ കണ്ട ഒരു സംഭവമാണ്. ഈ റിഫെക്ടറി എന്നുള്ള പദമൊന്നും കേട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫെമിലിയറേ അല്ല. നമ്മൾ ഈ ക്യാൻറ്റീൻ അല്ലെങ്കിൽ കഫറ്റീരിയ അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലുകളിൽ, സ്കൂൾ ഹോസ്റ്റലുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന വലിയ ഹാളുകളുണ്ടല്ലോ, അതിനെയാണ് റിഫെക്ടറി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്നേ വരെ ആ വാക്ക് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ റിപ്പീറ്റ് സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങ് പാനിക്കായി പോവും, നമ്മൾ മൊത്തം തെറ്റിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ആ വാക്ക് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷനും തെറ്റിക്കാതെ പറയാൻ പറ്റുന്ന ആദ്യത്തെ ഒരു 7-8 വാക്കുകൾ മാത്രം പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നതുകൊണ്ട് നിങ്ങൾ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലുവൻസിയെ ബാധിക്കും, നിങ്ങൾ വിൽക്കും എന്നൊക്കെ ഉള്ളൊരു ടോണ് നിങ്ങൾ ഉണ്ടാക്കും. കംപ്ലീറ്റ് അതിനെ നിങ്ങളുടെ മാർക്കിനെ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കുക. നിങ്ങൾക്ക് അർത്ഥം അറിയാത്ത വാക്കുകളും ഇതിൻ്റെ അകത്ത് വരും. നിങ്ങൾ പാനിക്കൊന്നും ആവണ്ട. എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും ഒന്നും പഠിച്ചിട്ട് PT എക്സാം എഴുതി പാസ്സാവുന്ന പരിപാടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് പാനിക്കാവാതെ സ്മൂത്തായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക.